ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ പ്രിലിംസ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2004, 2005, 2006 3 വർഷത്തെ UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Consider the following statements. Some of the main features of the Government of India Act 1935. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ ഒരുപാട് കാണുന്നതാണ്, PSC ചോദിക്കുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. UPSC ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് കറക്റ്റ്. എന്തൊക്കെയാണ്? അബോളിഷൻ ഓഫ് ഡയാർക്കി ഇൻ ദ ഗവർണേഴ്സ് പ്രൊവിൻസസ് പ്രവിശ്യകളിൽ ഡയാർക്കി അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ പവർ ഓഫ് ദ ഗവർണേഴ്സ് ഇസ് വീറ്റോ ലെജിസ്ലേറ്റീവ് ആക്ഷൻ ആൻഡ് ടു ലെജിസ്ലേറ്റ് ഓൺ ദെയർ ഓൺ. അപ്പൊ ഇത് രണ്ടുമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഇതിനകത്തും ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ഇത്. The second session of the International Congress was held under the leadership of Dadabhai Naoroji. Both International Congress and Muslim League held their sessions at Lucknow in 1960 and concluded the Lucknow Pact. 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്തത് ദ മൊണ്ടേഗു ചെൻസോൾ റിപ്പോർട്ട് ഫോംഡ് ദ ബേസിസ് ഓഫ്. ഇത് ഒരുപാട് ചോദിക്കുന്നത് നമുക്കറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മൊണ്ടേഗു ചെൻസോൾ റിപ്പോർട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The name of the famous person of India who returned the knighthood conferred on him by the British government as a token of protest against the atrocities in Punjab in 1990. നമുക്കറിയാവുന്നതാണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ആരായിരുന്നു അതൊക്കെ തിരിച്ചു കൊടുത്തത്? ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. തനിക്ക് കിട്ടിയ സർ പദവി തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഗാന്ധിജിയും തിരിച്ചു കൊടുത്തു. നമ്മൾ പഠിക്കുന്നതാണ്. PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ UPSC ഒരു കാലത്ത് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. കൺസിഡർ ദ ഫോളോയിങ് വൈസ്രോയ്സ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. ഇതിന്റെ കറക്റ്റ് ഓർഡർ, അതായത് വൈസ്രോയ്സിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദ്യം വരുന്നത് ലോർഡ് കേഴ്സൺ, പിന്നെ വരുന്നത് ലോർഡ് ഹാർഡിഞ്ച്, പിന്നെ ലോർഡ് ചെംസ്ഫോർഡ്, ലാസ്റ്റ് വരുന്ന ലോർഡ് ഇർവിൻ. കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്തുണ്ടായിരുന്ന ഇവന്റ്സ് ആണ്. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ചൗരി ചൗര, മിന്റോ മോർലി, ഡൻഡി മാർച്ച്, മൊണ്ടേഗു ചെംസ്ഫോർഡ്. കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 3 ആണ് കറക്റ്റ്. Mir Jafar entered in a conspiracy with the English for the defeat of Nawab Siraj-ud-Dawla in the Battle of Plassey. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ കൊടുത്തിരിക്കുന്ന ആൻസർ. ഇതാട്ടോ 134ന്റെ ആൻസർ ബി. only 3 ആണ് കറക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോൺസ്പിറൻസിയിൽ മിർ ജാഫർ വന്നു. എന്തിനാണ്? ഫോർ ദ ഡിഫീറ്റ് ഓഫ് നവാബ് സിറാജ്-ഉദ്-ദൗള ദ ബാറ്റിൽ ഓഫ് പ്ലാസി എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന ആൻസർ. ഓക്കെ, അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹു എമംഗ് ദ ഫോളോയിങ് റിപ്പീൽ ദ വെർനാക്കുലർ പ്രസ് ആക്ട്. നമ്മൾ ഒരുപാട് പഠിക്കുന്നതാണ്. റിപ്പീൽ ചെയ്ത് ലോർഡ് റിപ്പൺ ആണ്. ലോർഡ് റിപ്പൺ. അടുത്തതും ദേ കണ്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉറപ്പായിട്ടും UPSCയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. PSCയും ചോദിക്കുന്നുണ്ട്. ദ പ്രൊവിഷണൽ ഓട്ടോണമി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫെഡറൽ കോർട്ട്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ അറ്റ് ദ സെന്റർ. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. 1935 വരുന്നതാണ്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫെഡറൽ കോർട്ട് ഒക്കെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുണ്ട് അല്ലെ. Which party was founded by Subhash Chandra Bose in the year 1939 after he broke away from the Congress? കോൺഗ്രസിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം ഫോം ചെയ്ത പാർട്ടി ഏതാണ്? ഒരുപാട് നമ്മൾ പഠിക്കുന്നതാണ്. ഫോർവേഡ് ബ്ലോക്ക്. Who among the following was a proponent of Fabianism as a movement? ഈ ഫാബിനിസം എന്ന് പറഞ്ഞ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ആനി ബസന്റ് ആണ്. അത് ഇവിടെ ഉണ്ടായിരുന്നല്ല. 1884 ലണ്ടനിൽ സ്ഥാപിതമായ ഫാബിയൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഫാബിയനിസം. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സിദ്ധാന്തം.
സോഷ്യലിസത്തെ കുറിച്ചുള്ള ജോർജ് ബെർണാഡ് ഷായുടെ 1926 ഒരു ഇത് വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 1880-കളിൽ ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ ഫാബിനിസം ശ്രദ്ധേയമായി. രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഫാനി ബാളിനെതിരെയുള്ള കാലതാമസ തന്ത്രങ്ങൾക്ക് പേരുകേട്ട റോമൻ ജനറലായിരുന്ന ക്വിന്റസ് ഫാബിയസ് മാക്സിസ് വെറിക്കോസസ് നിന്നാണ് ഫാബിയൻ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. അപ്പൊ ഫാബിയനിസം ആനി ബെസന്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. നമ്മള് അധികം കേൾക്കാത്തൊരു കാര്യമാണ്, അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം. വാട്ട് വാസ് കോമഗാഥ മാരു? എന്താണത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എ നേവൽ ഷിപ്പ് ഓൺ വോയേജ് ടു കാനഡ. ഇതും UPSC ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കോമഗാഥ മാരു നമ്മളൊരു പ്രീവിയസ് ഇയർ, ഏതോ ഒരു വർഷത്തെ പ്രീവിയസ് ഇയറിന് അത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. വോയേജ് ടു കാനഡയാണത്. ഓക്കെ. At which Congress session was the working committee authorized to launch a program of civil disobedience? Civil disobedience സ്റ്റാർട്ട് ചെയ്യണം. അത് ഏത് കമ്മിറ്റിയുടെ ഇതായിരുന്നു? ലാഹോർ ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി. കാരണം 1930-ലാണ് സിവിൽ ഡിസൊബീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1929-ലായിരുന്നു ലാഹോർ സെഷൻ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. Who among the following was not associated with the formation of UP Kisan Sabha in February 1918? ആർക്കാണ് ഇതിനകത്ത് ബന്ധമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ വർക്കേഴ്സ്, ഖേദ. ഇതൊക്കെ PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചമ്പാരൻ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. Which one of the following places did Kanwar Singh, a prominent leader of the revolt of 1857, belong to? നമുക്കറിയാം കൻവർ സിംഗ് ഏതാണ്? ബീഹാർ ആണ് അല്ലേ? ഇതൊക്കെ PSC ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Which one of the following territories was not affected by the revolt of 1857? 1857 ലഹളായിക്കൂട്ടത്തിൽ ഏതിനകത്താണ് വരാത്തത്? നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചിറ്റൂരാണ്. ബാക്കി ഝാൻസിയും ജഗദീഷ്പൂരും ലക്നൗ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്നത് ആയിരുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം കറക്റ്റ് ആണ്. മൗണ്ട് ബാറ്റൻ വാസ് ദ വൈസ്രോയ് വെൻ ഷിംല കോൺഫറൻസ് ടു പ്ലേസ്. ഷിംല കോൺഫറൻസ് നടന്നപ്പോൾ മൗണ്ട് ബാറ്റൻ ആയിരുന്നു വൈസ്രോയി. ഇന്ത്യൻ നേവി റിവോൾട്ട് 1946 UPSC ഏതൊരു വർഷം ചോദിച്ചതാണ്, നമ്മൾ നോക്കിയൊരു ക്വസ്റ്റ്യൻ ആണത്. took place when the Indian sailors in the Royal Indian Navy at Bombay and Karachi rose against the government. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇന്ത്യൻ നേവി റിവോൾട്ട് 1946 ഓർത്തിരിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ സിപ്പോയ് മ്യൂട്ടിനി? സിപ്പായി ലഹളയുടെ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആളായിരുന്നു ലോർഡ് കാനിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മാഡം പിക്കാച്ചി കാമ. ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഡി ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഡി ആണ്. മാഡം കാമ വാസ് ബോൺ ടു പാരീസ് പേരൻസ്. ബാക്കിയെല്ലാം തെറ്റാണ്. മാഡം കാമ അൺഫോൾഡ് ദ നാഷണൽ ഫ്ലാഗ് അറ്റ് ദി ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഇൻ പാരീസ് ആണോ? അല്ല, ജർമ്മനിയിൽ വെച്ചായിരുന്നു അല്ലേ. ദാദാബായ് നവറോജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല. ഓക്കെ. അപ്പൊ ഈ മാഡം പിക്കാച്ചിഗാമിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. കുറച്ച് ഡെപ്തിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. ഇത് PSC ചോദിക്കുന്നതാണ്. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1853. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, only 2. രണ്ടാമത്തെയാണ് കറക്റ്റ്. Under the Government of India Act 1858, the British Parliament abolished the East India Company altogether and undertook the responsibility of rule. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇത് അവസാനിപ്പിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ്. എന്നിട്ട് എന്ത് കൊണ്ടുവന്നു? അവര് ഏറ്റെടുത്തു ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റൂൾ. അവർ ഡയറക്ട്ലി നേരിട്ട് ഇന്ത്യയിൽ ഭരിക്കാനായിട്ട് തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാം ഇതും അവർ അവസാനിപ്പിച്ചു. കാരണം നമുക്ക് കണക്ട് ചെയ്യാം, 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്. അതിന് ശേഷം വന്നൊരു ആക്ട് ആയിരുന്നു ഗവൺമെന്റിന്റെ. അപ്പോൾ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ ഇതും അവസാനിപ്പിച്ചു. അത് കറക്റ്റ് ആണ്. മേളത്തെ അത് തെറ്റാണ്. With reference to the revolt of the year 1851, who of the following was betrayed by a friend, captured and put to death by the British? അതായത് ഒരു തന്റെ സുഹൃത്ത് ഒറ്റക്കൊടുത്തി അങ്ങനെ തൂക്കിലേക്കപ്പെട്ട, captured and put to death by the Britishers. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, താന്തിയ തോപ്പിയാണ്. കണ്ടോ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ 1857 റിവോൾട്ടിനകത്ത് നമ്മൾ പലവരും നാട് കടത്തി, രംഗൂണിലേക്ക് നാട് കടത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് വിത്ത് റെഫറൻസ് ടു റിവോൾട്ട് ഓഫ് ദി ഇയർ 1857, ഹൂ ഓഫ് ദി ഫോളോയിങ് വാസ് ബിട്രേഡ് ബൈ എ ഫ്രണ്ട്? ഒരു ഫ്രണ്ട് ചതിച്ചു എന്നിട്ട് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അദ്ദേഹത്തെ കൊന്നത് ആരാണത്? താന്തിയ തോപ്പിയാണത്. ഓക്കെ.
Under whose presidency was the Lahore session of the International Congress held in the year 1929, where a resolution was adopted to gain complete independence from the British? നമുക്കറിയാം 1929 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. 1930 ജനുവരി 26 നമുക്ക് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കോൺഗ്രസ് സമ്മേളനമായിരുന്നു. നമ്മുടെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് UPSC ഓൾറെഡി 2006 ചോദിച്ചതാണ്. അപ്പൊ ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 1957 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഷുവർ ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അന്ന് തൊട്ടേ ഒരു സോഴ്സ് ആയിട്ട് എടുത്തതാണോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതിന് വളരെ ഡെപ്തിലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കയറി വരുന്നുണ്ട്. അപ്പൊ ഒരു ഡിഗ്രി മെയിൻസിലൊക്കെ നമുക്ക് എന്താണെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.